നമസ്കാരം. വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ചിത്രമാണ്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലേക്ക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷ മമതാ ബാനർജി എത്തിയതാണ്. സോണിയാഗാന്ധിയുടെ സ്വീകരണവും. ബംഗാളിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം മുന്നണിയുടെ ആവശ്യം മമതയ്ക്ക് നല്ലോണം ബോധ്യപ്പെട്ടു അത്രേ. എന്തിന് ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിച്ച CPM-മായി പോലും സഹകരിക്കണം എന്നുവരെ അവർക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ് ബംഗാളിലെ BJP ഭരണത്തിൻ്റെ കീഴിൽ. 15 വർഷത്തെ തേരോട്ടത്തിന് ഒടുവിലേറ്റ കനത്ത തിരിച്ചടി ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനമാണ്. ദേശീയ തലത്തിൽ തന്നെ മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യ മുന്നണി തകരുന്നു എന്ന ഘട്ടം വരെ എത്തിയതാണ്. DMK വിട്ടുപോയതായി പ്രഖ്യാപിച്ചു. അഖിലേഷ് യാദവ് അടക്കം അതൃപ്തി ഉന്നയിച്ച് രംഗത്തെത്തി. CPIM രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ എതിർപ്പറിയിച്ചു. ഈ സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഇന്ത്യ മുന്നണി യോഗം നടന്നത്. BJP അതിനിടെ ചില കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി. ഒടുവിൽ യോഗം പിരിഞ്ഞു. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വിശദമായി നോക്കാം. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വിശദമായ യോഗം നടത്തിയത് പ്രത്യേക സാഹചര്യത്തിലാണ്. തെരഞ്ഞെടുപ്പുകളിലും പ്രാദേശികമായി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ ചില താൽപ്പര്യങ്ങളെയും മുൻനിർത്തി ദേശീയ താൽപ്പര്യം ഉപേക്ഷിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കെതിരെയും മുന്നണിയുടെ ഇതര കക്ഷികൾ രോഷത്തോടെ പ്രതികരിച്ച സാഹചര്യം യോഗത്തിലും ഉണ്ടായി. ഇന്ത്യ മുന്നണി ആന്തരിക വൈരുദ്ധ്യങ്ങളുള്ള പാർട്ടികളാണ്. അവരുടെ ഒരു കൂട്ടായ്മയാണ്. ഓരോ കക്ഷിക്കും അവരവരുടെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടുള്ള ഒരു നീക്കം. അതെല്ലാം സഹിച്ച് മുന്നണിയായി നിൽക്കാൻ വിട്ടുവീഴ്ച ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് തിരിച്ചറിയാതെ കോൺഗ്രസ് മാത്രം സങ്കുചിത താൽപ്പര്യങ്ങളാൽ മറ്റ് കക്ഷികളെ BJPക്ക് കൊത്തിപ്പറിക്കാൻ എറിഞ്ഞുകൊടുക്കുകയാണ് എന്നതാണ് നിലനിൽക്കുന്ന ഒരു വിമർശനം. കോൺഗ്രസിൻ്റെ നിലപാട് പലപ്പോഴും പ്രതിപക്ഷ ഐക്യത്തിന് ദേശീയ തലത്തിൽ വിള്ളലുണ്ടാക്കി എന്നും ഇനി അതുണ്ടാകരുത് എന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി യോഗത്തിൽ. DMK സഖ്യത്തിൽ നിന്ന് വിട്ടുപോയത് കോൺഗ്രസിൻ്റെ നിരുത്തരവാദപരമായ സമീപനം മൂലമാണ് എന്ന വിമർശനവും ഉയർന്നുവത്രേ. യോഗത്തിന് മുമ്പ് തന്നെ CPM രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായ ജോൺ ബ്രിട്ടാസ് സമീപകാലത്ത് കൈക്കൊണ്ട നീക്കങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചു. ആർക്കു വേണ്ടിയാണ് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്ന നേതാക്കളുടെ ചോദ്യം യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ തന്നെ പ്രതിരോധത്തിലാക്കി. രാഹുൽ ഗാന്ധി വിശദീകരണം നൽകി. താൻ ആരോപണം ഉന്നയിച്ചതെല്ലാം കേരളത്തിലെ നേതാക്കൾ പറഞ്ഞിട്ടാണ് എന്ന് മുന്നണി യോഗത്തിൽ അദ്ദേഹം പ്രതിഷേധം തണുപ്പിച്ചു. മാതൃഭൂമിയിൽ K ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: CPM BJP ഡീൽ ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. പിണറായി വിജയനോട് തനിക്ക് വ്യക്തിപരമായി എതിർപ്പില്ല എന്നും നല്ല സൗഹൃദത്തിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച CPM BJP ഡീൽ ആരോപണത്തിലുള്ള പ്രതിഷേധം ജോൺ ബ്രിട്ടാസ് ആണ് യോഗത്തിൽ ആദ്യം ഉന്നയിച്ചത്. KC വേണുഗോപാൽ വരെയുള്ള നേതാക്കൾ ഉന്നയിച്ചാൽ തങ്ങൾക്ക് പ്രതിസന്ധിയില്ലെന്നും എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇത്തരം ആരോപണം ഉന്നയിച്ചാൽ ഇന്ത്യ സഖ്യത്തിന് ദേശീയ തലത്തിൽ പിന്നെ എന്ത് പ്രസക്തിയാണ് എന്നും ജോൺ ബ്രിട്ടാസ് ചോദിച്ചു. ഇടതുപക്ഷം അല്ലാതായി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം CPI ജനറൽ സെക്രട്ടറി D രാജയും യോഗത്തിൽ ഉന്നയിച്ചു. കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി തൻ്റെ നിലപാട് വിശദീകരിച്ചു. ഏത് സംസ്ഥാനത്ത് പോയാലും അവിടുത്തെ സാഹചര്യം കണക്കിലെടുത്ത് അവിടുത്തെ സംസ്ഥാന ഘടകം പറയുന്ന കാര്യം കൂടി കണക്കിലെടുത്താണ് പ്രസംഗിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇതും. കേരളത്തിലെത്തിയപ്പോൾ കേരള നേതാക്കൾ പറയുന്നതിനനുസരിച്ചാണ് പ്രസംഗിച്ചത്. അല്ലാതെ പിണറായി വിജയനുമായി വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. അതിന് പിന്നാലെ കോൺഗ്രസ് BJP ഡീൽ എന്ന ആരോപണം CPM ആണ് ഉന്നയിച്ചത് എന്ന KC വേണുഗോപാലിൻ്റെ ആരോപണം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഭരണം കിട്ടിയെങ്കിലും സമാന സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി യോഗത്തിന് മുമ്പും യോഗത്തിലും ഉയർന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമാണ്. ഓരോ സംസ്ഥാനത്ത് പോയിട്ടും തങ്ങളുടെ ഘടകകക്ഷി നേതാക്കളെ പ്രതിസന്ധിയിലാക്കുന്ന പലവിധ നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. നേരത്തെ DMKയും ആം ആദ്മിയും അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിൻ്റെ ചതിക്കെതിരെ രംഗത്തെത്തിയത് നമുക്കൊക്കെ അറിയാം. രാഹുലും സോണിയാഗാന്ധിയും കേന്ദ്ര ഏജൻസികളുടെ മുന്നിലേക്ക് ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം കേന്ദ്ര ഏജൻസികൾ സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി എതിർപ്പ് ഉന്നയിച്ചു. രാജ്യമാകെ പ്രതിരോധം അലയടിച്ചു. അന്ന് പ്രതിഷേധിച്ച നേതാക്കൾക്കൊപ്പം അരവിന്ദ് കെജ്രിവാൾ മുതൽ പിണറായി വിജയൻ വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതേ ഏജൻസികളുടെ പിന്നീടുള്ള നിലപാടുകളോട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് സമീപനെടുക്കുമ്പോൾ ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാണ് ആരോപണം. കെജ്രിവാളിനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൂട്ടാനിറങ്ങിയപ്പോൾ BJP സർക്കാരിൻ്റെ ഏജൻസിയുടെ നിലപാടിനൊപ്പം നിന്നു എന്നുള്ള ആരോപണം. കേരളത്തിൽ സഖ്യകക്ഷി നേതാവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ട് BJPയെ നടപടിയെടുപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കിച്ചു എന്നുള്ള ആരോപണം. ബംഗാളിൽ മമതാ ബാനർജിക്കെതിരായ നീക്കങ്ങളിലും കേന്ദ്ര ഏജൻസികളുടെ നിലപാടിനെ ന്യായീകരിച്ചു. ഈ സാഹചര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എന്താണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം യോഗത്തിൽ ഉയർന്നു. ഇതോടെ കേരളത്തെ മുൻനിർത്തി രാഹുൽ ഗാന്ധി പ്രതിരോധിക്കാനുള്ള വിശദീകരണം നൽകി.
വരും നാളുകളിൽ രാഹുലിൻ്റെ സമീപനവും നിർണായകമാണ്. അതത് സംസ്ഥാനത്ത് BJP നേരിടുന്ന വിശാല കാഴ്ചപ്പാടില്ലാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള ആരോപണങ്ങളുമായി പോയാൽ അത് ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടു പോക്കിനെ തന്നെ ബാധിക്കും, മുന്നണിയുടെ പ്രസക്തി ഇല്ലാതാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. CPM-ഉം ഇടതു പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ചകൾക്ക് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി യോഗത്തിൽ പറഞ്ഞതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ യോഗത്തിൽ തൻ്റെ ഭാഗം നിരന്തരം ന്യായീകരിച്ച രാഹുൽ ഗാന്ധിക്ക് തർക്കത്തിനൊടുവിലാണ് തിരുത്തേണ്ടി വന്നത് എന്നാണ് ഓപ്പൺ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. NP ഉല്ലേഖിൻ്റെ ഓപ്പൺ മാഗസിനിലെ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ മലയാളത്തിൽ പറയാം. ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള തൻ്റെ പരാമർശങ്ങൾ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് രാഹുൽ ഗാന്ധി യോഗത്തിൽ ആവർത്തിച്ചു. അപ്പോൾ CPM രാജ്യസഭാ MP അവരുടെ കക്ഷി നേതാവ് രാജ്യസഭയിലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ജോൺ ബ്രിട്ടാസ് ഇടപെട്ടു. നിങ്ങൾ പറയുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും അദാനി ഗ്രൂപ്പിനെ ക്ഷണിച്ചത് LDF ആണ് എന്ന് രാഹുൽ ഗാന്ധി ആ വസ്തുതയായിട്ട് മറുപടി നൽകി. അവകാശവാദം വസ്തുതാപരമായി തെറ്റാണല്ലോ. ഇല്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി, ബ്രിട്ടാസ് തിരിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഇല്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി, വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കാൻ അദാനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് നിങ്ങളുടെ സർക്കാരാണ്. ഒരു പാർട്ടി ഇനി ഇടതുപക്ഷമല്ല എന്നതിൻ്റെ തെളിവായി അദാനിയെ കേരളത്തിൽ നിക്ഷേപിക്കാൻ ക്ഷണിക്കുന്നത് ഒരു പ്രത്യേക ചർച്ചയാണ്. എന്നാൽ പോലും യോഗത്തിൽ വ്യക്തമായത് രാഹുൽ ഗാന്ധിയുടെ വാദം വസ്തുതാപരമായി തെറ്റായതിനാൽ തകർന്നു വീണു എന്നാണ്. അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി അദാനി പോർട്സിന് 7,525 കോടി രൂപയുടെ കരാർ നൽകിയത് അന്തരിച്ച അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ്. 2015 ഡിസംബറിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് ഫ്ലാഗ്ഷിപ്പ് ട്രാൻസ്ഷിപ്മെൻറ്റ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. എന്നാൽ തറക്കല്ലിട്ട പദ്ധതി പിഴവുകൾ തിരുത്തി നടപ്പാക്കിയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. അത് പ്രായോഗികമാക്കി. വസ്തുതാപരമായി തന്നെ തെറ്റുള്ള ഒരു വാദമാണ് നിങ്ങളാണ് കൊണ്ടുവന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ വാദം. ഇത് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അത് ആവർത്തിച്ചില്ല. പിന്നാലെ നിലപാടിൽ മാറ്റം വരുത്തി. മാത്രമല്ല, ആ യോഗത്തിൻ്റെ ആകെ വികാരത്തിനൊപ്പം നിൽക്കാൻ, ഇതര കക്ഷികളുടെ മുറിവുണക്കാൻ, പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി രാഹുൽ വിശദീകരിക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ മാത്രമല്ല കോൺഗ്രസിൻ്റെയും മുന്നോട്ട് പോക്കിൽ അത് അനിവാര്യവുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, പിന്നാലെ BJP സർക്കാർ കൊണ്ടുവന്ന വിവാദ ബില്ലുകളുടെ പരാജയം, ഒപ്പം ഇന്ത്യ മുന്നണിയുടെ പോരാട്ട വീര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട അനിവാര്യത, ഇത്രയും കാര്യങ്ങൾ അവിടെ വിശദമായി ചർച്ച ചെയ്തു. രാഹുൽ ഗാന്ധി മുതൽ ഖാർഗെ വരെ വിശദീകരിച്ചു. ഘടകകക്ഷികളോടുള്ള കോൺഗ്രസിൻ്റെ മൃദു സമീപനവും തിരിച്ചുള്ള മറുപടികളും ഒക്കെ ഉന്നയിക്കപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിശകലനം കൂടി നടന്നു എന്നുള്ളതാണ് യോഗത്തിൻ്റെ പ്രത്യേകത. മുന്നണിക്കകത്തെ സംഘർഷത്തെ മുതലെടുക്കാൻ BJP നീക്കം നടത്തിയതിൻ്റെ സൂചനകളും സമാന്തരമായി പുറത്തു വന്നു. യോഗത്തിന് മുമ്പായി ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് ഈ ആഭ്യന്തര സംഘർഷങ്ങളുടെ അല്ലെങ്കിൽ ആന്തരിക വൈരുദ്ധ്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് എങ്കിലും അത് സമാന്തരമായി BJP നടത്തിയൊരു പരിപാടിയായിരുന്നു. ഘടകകക്ഷി നേതാക്കൾ മുൻകാലങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പ്രസ്താവനകളായിരുന്നു ബോർഡിലെ വിഷയം. പവാർ, മമത, ഉദയനിധി സ്റ്റാലിൻ, കെജ്രിവാൾ തുടങ്ങിയവരുടെ പ്രസ്താവനകൾ ഉൾപ്പെടുത്തി. ഭഗവന്ത് മാൻ, പിണറായി വിജയൻ, MK സ്റ്റാലിൻ ഇവരുടെയൊക്കെ ചിത്രങ്ങളുള്ള ബോർഡുകൾ. എന്നാൽ ആഭ്യന്തരമായി സംഘർഷം പെരുപ്പിക്കാൻ നടത്തിയ BJPയുടെ നീക്കമാണ് എന്ന വിലയിരുത്തൽ പിന്നാലെ വെളിപ്പെട്ടു. ഫ്ലക്സ് ബോർഡുകളിൽ ഇന്ത്യ മുന്നണി എന്നതിന് പകരം ഇന്ത്യ അലയൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാധാരണ ആ പ്രയോഗം BJP മാത്രമാണ് നടത്താറുള്ളത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ തന്നെ ന്യൂസ് ചാനലുകൾ ചർച്ചയ്ക്ക് വന്നാൽ ഇന്ത്യ അലയൻസ് ആണ് ഗോപാലകൃഷ്ണനെ പോലെ ഒക്കെയുള്ള BJP നേതാക്കളൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ പറയാറുള്ളത്. ഇന്ത്യ അലയൻസ് എന്ന് പരിഹസിച്ചുകൊണ്ട് അവർ വിളിക്കുന്നതാണ്. എന്തായാലും ആ സ്ഥാപിച്ച ബോർഡുകളുടെ കഥ ആ ഇന്ത്യ അലയൻസ് എന്നുള്ള പ്രയോഗത്തോടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതേസമയം യോഗത്തിൽ രാഹുൽ ഗാന്ധി പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം നൽകുകയും ചെയ്തു. BJPയെ പരാജയപ്പെടുത്തുക എന്നത് സാധ്യമായൊരു ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും യോഗത്തിന് മുമ്പുണ്ടായിരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്ന മട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും പാകമായ നിലയിലുള്ള സമീപനം സ്വീകരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വരും നാളുകളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിക്ക് തൃണമൂലിനടക്കമുണ്ടായ തിരിച്ചടികളുടെ കൂടി തുടർച്ചയായിട്ട് ഇപ്പോൾ തൃണമൂൽ വളർന്നു എന്നുള്ള മട്ടിലേക്കാണ് 10-20 MPമാർ BJPയിലേക്ക് പോവുകയാണ്. BJPയുടെ പിന്തുണയോടെ പ്രത്യേക ബ്ലോക്കായി മാറുകയാണ്. അങ്ങനെ കനത്ത തിരിച്ചടിയേറ്റ ഘടകകക്ഷികളുടെ കൂട്ടത്തോടുകൂടി ഒരു വലിയ പ്രതിപക്ഷ പോരിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള സാഹചര്യം ഒന്നുകൂടി ഒരുങ്ങി എന്ന് വേണം കരുതാൻ. അതേസമയം CPMൻ്റെ തുടർന്നുള്ള നിലപാടുകൾ കൂടി പ്രധാനമാണ്. അഖിലേഷ് യാദവ് അടക്കം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോട് ഉള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരുടെ കൂടി തുടർ നിലപാട് കൂടി കണക്കിലെടുക്കുമ്പോൾ ഭാവിയിൽ അത് ഏത് മട്ടിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ആകാംക്ഷ കൂടി ബാക്കി കിടപ്പുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.